ക്യാമ്പ് ആരംഭിക്കുകയാണെന്ന്. അപ്പം 2 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലനമാണ് കുട്ടികൾക്കായിട്ട് കൊടുക്കുന്നത്. അത് 2 വിഭാഗത്തിലുള്ള കുട്ടികളാണ് ഇതിനകത്ത് പങ്കെടുക്കുന്നത്. സ്കൗട്ട് ആൻഡ് ഗൈഡിലെ കുട്ടികളും കബ് ആൻഡ് ബുൾബിൾ എന്ന് പറയുന്നത് സ്കൗട്ട് ഗൈഡിലെ തന്നെ 1 മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ വിഭാഗമാണ് കബ്സ് ആൻഡ് ബുൾബിൾസ്. അവർക്കുള്ള പരിശീലനം നമ്മൾ ഈ ക്യാമ്പിൽ ചെയ്യുന്നുണ്ട്. ഈ ക്യാമ്പിൽ പരിശീലനത്തിനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ശിവകുമാർ. ഞാൻ ആലപ്പുഴ സ്വദേശിയാണ്. സംസ്ഥാന ട്രെയിനിങ് കമ്മീഷണറാണ് സ്കൗട്ട് വിഭാഗത്തിൻ്റെ. ഇത് ജൂലി CK ഗൈഡ് വിഭാഗത്തിൻ്റെ സംസ്ഥാന ട്രെയിനിങ് കമ്മീഷണറാണ്. ഞങ്ങളുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ തുടങ്ങി വെച്ച ക്യാമ്പ് അതിനകത്തുള്ള പരിശീലനം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ട് കുട്ടികൾക്ക് ഏതൊരു സാഹചര്യത്തിലെയും പൊരുത്തപ്പെട്ട് എങ്ങനെ ജീവിക്കാം എന്നുള്ളതാണ്. അപ്പം നമുക്കറിയാം നമ്മുടെ നാട്ടിലിപ്പം പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഡിസാസ്റ്റർ ഒരുപാട് നേരിടേണ്ടി വരുന്നുണ്ട്. ഭാവിയിലാണെങ്കിലും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും എന്നാണ് പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ നൽകുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ അത് സ്കൗട്ട് ആൻഡ് ഗൈഡ് എന്നും ആ ഒരു ട്രെയിനിങ്ങാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 100 വർഷത്തിലേറെയായി സ്കൗട്ട് പ്രസ്ഥാനം ആരംഭിച്ചിട്ട്. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ അതേ രീതിയിലാണ് നമ്മൾ ട്രെയിനിങ്ങുകളെല്ലാം കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഫസ്റ്റ് എയ്ഡിൻ്റെ ട്രെയിനിങ് ഉണ്ട്. പൈനിയറിങ് എന്ന് നമ്മളിപ്പം കണ്ടു വയനാട്ടിലൊക്കെ ഏറ്റവും ആദ്യം ചെയ്യേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ കുട്ടികൾ പഠിക്കും. അത് ഞാൻ ഈ പറഞ്ഞ ഈ കബ് ആൻഡ് ബുൾബിളിനും അതേ ട്രെയിനിങ് നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ വിവിധ കളികളിലൂടെയുള്ള വിജ്ഞാനങ്ങൾ, അതോടൊപ്പം തന്നെ അവർക്ക് അവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാനായിട്ട് പ്രാവീണ്യ മുദ്രകൾ, 100ൽ പരം പ്രാവീണ്യ മുദ്രകൾ. അപ്പോൾ ഓരോ കുട്ടിക്കും എന്താണ് അഭിരുചി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിലൊക്കെ അവർക്ക് അവരുടെ പ്രകടനം കാഴ്ചവെക്കാനുള്ള അവസരം ഈ സ്കൗട്ട് ആൻഡ് ഗൈഡിലുണ്ട്. നമ്മൾ ഇന്നതാണെന്നുള്ള രീതിക്കല്ല, അവർക്ക് എന്താണോ ഇഷ്ടമുള്ള വിഷയം ആ വിഷയത്തിൽ അവർക്കൊരു പ്രാവീണ്യ മുദ്ര കരസ്ഥമാക്കാനുള്ള ഒരു അവസരം ഈ സ്കൗട്ടിങ്ങിലുണ്ട്. പിന്നെ ക്രമാനുഗതമായി സ്കൗട്ടിങ് പിന്തുടർന്ന് വരുന്നവർക്ക് സംസ്ഥാന തലത്തിലെ ഏറ്റവും മികച്ച സ്കൗട്ട് ഗൈഡുകൾക്ക് കിട്ടുന്ന രാജ്യ പുരസ്കാര അവാർഡുകളൊക്കെ നേടാനുള്ള അവസരം ഈ സ്കൗട്ട് ആൻഡ് ഗൈഡിൽ നമ്മൾ നൽകുന്നുണ്ട്. അത് സംസ്ഥാന തലത്തിലെ രക്ഷാധികാരിയായിട്ടുള്ള സംസ്ഥാന ഗവർണറാണ് അവർക്ക് അവാർഡ് കൊടുക്കുന്നത്. തുടർ വർഷങ്ങളിലും അത് തുടരുക എന്നുള്ളതിൻ്റെ ഒരു പ്രൊസീജിയർ അനുസരിച്ചാണ് ഈ ക്യാമ്പുകളൊക്കെ എല്ലാ സ്കൂളുകളിലും നമ്മൾ ക്യാമ്പുകൾ നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ തുടർച്ചയായിട്ട് എല്ലാ വർഷവും ഒരു ക്യാമ്പെങ്കിലും ഒരു കുട്ടി സ്കൂൾ തലത്തിൽ അറ്റൻഡ് ചെയ്യണമെന്ന് നിർബന്ധമാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഒലിവ് പബ്ലിക് സ്കൂളിൽ ഈ ക്യാമ്പ് ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ സ്കൂൾ മാനേജ്മെൻ്റ് ആണെങ്കിലും പിന്നെ അവിടുത്തെ 2 അധ്യാപകന്മാരും സംസ്ഥാന തലത്തിലെ ഭാരവാഹികളായതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് ഈ ക്യാമ്പുകൾ നടത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും. ഇന്ന് ഫ്ലാഗ് ഹോസ്റ്റിംഗ് നടന്നിരുന്നത് സ്കൂൾ പ്രിൻസിപ്പൽ KB ജോർജാണ് ചെയ്തത്. പിന്നെ ഞങ്ങളുടെ കുട്ടികളുണ്ടായിരുന്നു. പിന്നെ ഇവർ സംസ്ഥാന ട്രെയിനർമാരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുട്ടികൾ വളരെ സന്തോഷത്തിലാണ്. 2 ദിവസം ഈ IT കുട്ടികൾ കൂടുതലും ഈ മൊബൈൽ ഫോണിലും ഈ ഗെയിമിലൊക്കെ പോകുന്ന സമയത്ത് ഇത്തരം ക്യാമ്പുകൾ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അതായത് കുട്ടികൾ ഇതൊക്കെ 2 ദിവസം 2-3 ദിവസം കുട്ടികൾ ഇതിൽ നിന്നൊക്കെ വിട്ട് കുട്ടികൾ സ്കൗട്ടിങ്ങിൻ്റെ മാർഗത്തിൽ നിന്ന് കുട്ടികൾക്ക് പല ഗെയിമുകൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കിട്ടുന്ന സമയത്ത് കുട്ടികൾ ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുട്ടികൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ സ്കൗട്ടിങ് ക്യാമ്പുകൾ.